ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ വിദ്യ എന്ന ആ നേഴ്സിനെ കയ്യിലെടുത്തുകൊണ്ട് സുസ്മിത അവളുടെ വീട്ടുകാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്റെ സുഹൃത്ത് നിന്നെ പോലെ ഒരു പ്രശ്നക്കാരി അല്ലെങ്കിൽ ഇതുപോലെ സാമ്പത്തികമായി പ്രശ്നത്തിൽ അകപ്പെടരുതെന്നും അത് മാത്രമല്ല വിദ്യയുടെ വിവാഹത്തിന് വേണ്ടി വീട്ടുകാർ വളരെ പ്രയാസപ്പെടുന്നുണ്ടെന്നും നല്ലൊരു വിവാഹാലോചന വന്നാൽ അത് നടത്തുന്നതിന് വേണ്ടി അവരുടെ കയ്യിൽ അത്രത്തോളം പണമില്ല എന്നും അതോടൊപ്പം തന്നെ നല്ലൊരു വിവാഹാലോചന വന്നാൽ നടത്തുന്നതിന് എന്റെ ഒരു സുഹൃത്തിന് അങ്ങനെ ഒരു നല്ല കുടുംബജീവിതം കിട്ടുന്നതിൽ എനിക്ക് പണം മുടക്കാൻ യാതൊരു മടിയുമില്ല എന്നുമൊക്കെ സുസ്മിത പറയുന്നു. അതെല്ലാം കേട്ട് വിശ്വസത്തോടെ വിദ്യ ഞാൻ എന്ത് ചെയ്യാനാണ് എന്ന് പറഞ്ഞ് അങ്ങനെ നോക്കുമ്പോഴേക്കും സുസ്മിത പറഞ്ഞു, വിദ്യക്ക് എന്നോടെന്തോ പറയാനുണ്ടെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. വിദ്യയുടെ മുഖം അത് പറയുന്നുണ്ട്. വിദ്യ പറഞ്ഞോളൂ, എന്താണെന്നാലും വിദ്യ തുറന്നു പറയൂ എന്ന് പറയുമ്പോ വിദ്യ പറഞ്ഞു, സുസ്മിത അത് പിന്നെ ഞാൻ എങ്ങനെ ഇക്കാര്യം പറയും എന്ന് ചോദിച്ചപ്പോ ഞാനാണ് ഇത് പറഞ്ഞതെന്നും ഒരു കാരണവശാലും ആരും അറിയരുത് എന്നും അറിയിച്ചു. അത് കേട്ടതോടെ സുസ്മിത ചോദിച്ചു, ഷാമിക്ക് അബോർഷൻ സംഭവിച്ച വിവരം അന്ന് എല്ലാവരോടും ഒരു തവണ അന്ന് വിദ്യയല്ലേ വന്ന് പറഞ്ഞത് സ്വാമിക്ക് അബോർഷൻ സംഭവിച്ചുവെന്ന്. എന്നിട്ട് അതിനുശേഷം ധന്യ ഡോക്ടർ വന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിയണം. ഒരു കാര്യം കൂടി വിദ്യ ഓർമ്മിക്കണം, വിദ്യയുടെ നിന്ന് മാത്രം എന്തൊക്കെയോ എനിക്ക് അറിയാനുണ്ട് എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. വിദ്യയെപ്പോലെ നല്ലൊരു സുഹൃത്തിനെ കിട്ടാനാണ് ഞാൻ ഇവിടെ വന്നത്. അത് മാത്രമല്ല വിദ്യയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളല്ല, വിദ്യയുടെ കുടുംബത്തെക്കുറിച്ച് മുഴുവൻ എനിക്കറിയാം. വിദ്യയുടെ അച്ഛനമ്മമാർ വിദ്യയ്ക്ക് ഒരു നല്ല വിവാഹാലോചനയ്ക്ക് കാത്തിരിക്കുകയാണെന്നും അത് മാത്രമല്ല നല്ലൊരു ആലോചന എത്തിയാൽ അത് നടത്താനുള്ള പണം അവരുടെ കയ്യിലില്ല എന്നും ഒക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വിദ്യയെ തേടി എത്തിയത്. വിദ്യയുടെ മനസ്സിൽ ഇപ്പോൾ എന്നോടെന്തോ പറയാനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എന്ന് സുസ്മിത വിദ്യയെ നോക്കി പറഞ്ഞു. അത് കേട്ടതും വിദ്യയുടെ ആ കയ്യിലിരിക്കുന്ന ആ ട്രേയിലേക്ക് വീണ്ടും ഒരു കെട്ട് നോട്ടെടുത്ത് സുസ്മിത വെച്ചു കൊടുത്തു. അപ്പോഴേക്കും വിദ്യ പറഞ്ഞു, സുസ്മിത ഞാനാ ഇക്കാര്യം പറഞ്ഞതെന്ന് ആരോടും പറയരുത് എന്ന് വിദ്യ പറയുമ്പോഴേക്കും സുസ്മിത പറഞ്ഞു, ഇല്ല വിദ്യ കാര്യം പറഞ്ഞോളൂ, എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് സുസ്മിത അറിയിച്ചതും വിദ്യ പറഞ്ഞു, സുസ്മിത പറഞ്ഞത് ശരി തന്നെയാണ്. അന്ന് ശ്യാമയ്ക്ക് അബോർഷൻ സംഭവിച്ചത് സത്യമാണ്. അത് കേട്ടതും സുസ്മിത ഞെട്ടലോട് ചോദിച്ചു, എന്നിട്ട് പിന്നെ ആ ധന്യ ഡോക്ടർ വന്ന് അതെന്തിനാ മാറ്റി പറഞ്ഞത്? ധന്യ ഡോക്ടർ ശ്യാമയുടെ കുഞ്ഞിന് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നല്ലേ അറിയിച്ചത് എന്ന് സുസ്മിത ആശങ്കയോടെ ചോദിച്ചു. അത് കേട്ടതും സുസ്മിതയുടെ ചോദ്യം കേട്ട് വിദ്യ പറഞ്ഞു, അത് ശരി തന്നെയാണ്. അന്ന് അബോർഷൻ സംഭവിച്ചതിന് ശേഷം ഞാൻ പിന്നെ തിയേറ്ററിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ തിയേറ്ററിൽ നിന്ന് അതിനുശേഷം പോയിരുന്നു. പിന്നീട് എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. അത് സത്യമാണ് സുസ്മിത എന്നറിയിച്ചു. എന്നാൽ എനിക്ക് വേണ്ടി വിദ്യ ഒരു കാര്യം ചെയ്യണം. അവരുടെ ബാക്കി കാര്യങ്ങൾ, അവരുടെ ഇനിയുള്ള പ്ലാനിങ്, ഇനിയുള്ള നീക്കങ്ങൾ എന്താണെന്ന് വിദ്യക്ക് അറിയില്ലെങ്കിലും വിദ്യ ശ്യാമയ്ക്ക് അബോർഷൻ സംഭവിച്ചു എന്നതിൻ്റെ ആ മെഡിക്കൽ റിപ്പോർട്ട് എനിക്കൊന്ന് എടുത്തു തരണം. അത് വിദ്യയെ കൊണ്ട് സാധിക്കില്ലേ എന്ന് ചോദിച്ചതും വിദ്യ ആകെ ആശങ്കയോടെ സുസ്മിതയെ നോക്കി. ഉടനെ തന്നെ വിദ്യയോട് സുസ്മിത തൻ്റെ കയ്യിലിരുന്ന മറ്റൊരു കെട്ട് നോട്ട് കൂടി ആ ട്രേയിലേക്ക് വെച്ചു കൊടുത്തു. വിദ്യ ഉടനെ പറഞ്ഞു, സുസ്മിത ഇവിടെ നിൽക്കാൻ ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് സുസ്മിത ആവശ്യപ്പെട്ടതുപോലെ ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുവാനായി, ആ മെഡിക്കൽ റിപ്പോർട്ട് കൊടുക്കുവാനായി വേഗം വിദ്യ ഹോസ്പിറ്റലിനകത്തേക്ക് കയറി. ഈ സമയത്ത് സുസ്മിത ആലോചിച്ചു, ഇന്നത്തോടെ ശാരദാമ്മയുടെയും മക്കളുടെയും സത്യാമ്മയുടെ വീടുമായിട്ടുള്ള ബന്ധം ഞാൻ എന്നേക്കുമായി അവസാനിപ്പിക്കും. അവരുടെ കള്ളക്കളി ഞാൻ ഇന്ന് പൊളിച്ചെടുക്കും എന്ന് സുസ്മിത മനസ്സിൽ കരുതുന്നു. അതിനുശേഷം സുസ്മിത ആ മെഡിക്കൽ റിപ്പോർട്ടുമായി നേരെ സത്യാമ്മയുടെ വീട്ടിലേക്ക് പുറപ്പെടുമ്പോൾ ശ്യാമ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഓർത്ത് വിഷമത്തോടെ കുടുംബശ്രീയുടെ മുന്നിൽ ആ സ്റ്റെപ്പിലിരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും സത്യാമ്മയുടെ ഫോൺ കോൾ എത്തി. കോള് കണ്ട ശ്യാമ സത്യാമ്മയുടെ കോളാണെന്ന് കണ്ടതോടെ വല്ലാത്ത വേദനയിലായി. തൻ്റെ മനസ്സിന് വല്ലാത്തൊരു വേദനയും നീറ്റലും അനുഭവപ്പെട്ടു. ഉടനെ തന്നെ കോൾ അറ്റൻഡ് ചെയ്ത് സത്യാമ്മയെ എന്ന് ശ്യാമ വിളിച്ചിട്ടും സത്യഭാമ വളരെ ആവേശത്തോടെ വിശേഷങ്ങൾ ചോദിച്ചു. മോളെ, നീ രാവിലത്തെ ഭക്ഷണം കഴിച്ചോ, മരുന്ന് കഴിച്ചോ എന്നൊക്കെ അന്വേഷിച്ചു. ഭക്ഷണം കഴിച്ചു സത്യാമ്മയെ, മരുന്നും കഴിച്ചു എന്ന് ശ്യാമ കളവ് പറയുമ്പോൾ ഉടനെ സത്യാമ്മ പറഞ്ഞു, മോളെ ആ അയൺ മരുന്ന് ഒരു കാരണവശാലും മോള് മുടക്കരുത്, അത് വേണ്ടെന്ന് വെക്കരുത് കേട്ടോ. അത് കഴിക്കുമ്പോൾ വല്ലാത്തൊരു ചവർപ്പൊക്കെ തോന്നും, ഒരു രുചി വ്യത്യാസമൊക്കെ തോന്നിയിരിക്കും. പക്ഷേ അത് കുട്ടികളുടെ എല്ലിനും പല്ലിനും ഒക്കെ ബലം കിട്ടുന്നതിന് വേണ്ടിയാണ് ആ അയൺ മരുന്ന് കഴിക്കുന്നത്. അതൊരു കാരണവശാലും മോള് കഴിക്കാതിരിക്കരുത് എന്ന് വീണ്ടും ശ്യാമയോട് സത്യാമ്മ ആവശ്യപ്പെട്ടു. ശ്യാമ അതെല്ലാം കേട്ട് സത്യാമ്മയെ ഞാൻ കഴിക്കും, അതൊന്നും ഞാൻ മുടക്കം വരുത്തില്ല എന്ന് ഉറപ്പ് നൽകി.
എന്നാ പിന്നെ മോള് ഭക്ഷണം കഴിക്കുമ്പോൾ രണ്ടാൾക്കുള്ള ഭക്ഷണം കഴിക്കണം കേട്ടോ. കുഞ്ഞിന് വേണ്ടുന്ന ഭക്ഷണം കൂടി മോള് കഴിക്കുമ്പോഴാണ് ആ കുഞ്ഞ് വലിച്ചെടുക്കുന്നത്. അത് മറക്കണ്ട. അതുകൊണ്ട് തന്നെ കുഞ്ഞിന് വേണ്ടിയുള്ള ഭക്ഷണം കൂടി കഴിക്കണമെന്ന് ശ്യാമയോട് സത്യാമ്മ നിർബന്ധപൂർവ്വം പറയുന്നു. എല്ലാം കേട്ട് വിഷമത്തോടെ ശ്യാമ ഫോൺ വെച്ച് നേരെ റൂമിലേക്ക് പോകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ കേട്ടതിന്റെ സങ്കടം ശ്യാമയുടെ മുഖത്ത് നിഴലിക്കുന്നു. റൂമിലേക്ക് എത്തിയ ശ്യാമയെ കണ്ട് ശാരദാമ്മ ചോദിച്ചു, എന്തു പറ്റി, എന്താ നീ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? അപ്പോഴേക്കും ശ്യാമ സത്യാമ്മ തന്നെ വിളിച്ചിരുന്നുവെന്നും സത്യാമ്മയോട് കളവ് പറയാൻ തനിക്ക് കഴിയുന്നില്ല എന്നും തന്റെ മനസ്സ് വല്ലാതെ തന്നെ കുറ്റപ്പെടുത്തുകയാണ് എന്നും ശ്യാമ പറയുന്നു. ഇതെല്ലാം കേട്ടതോടെ ശാരദാമ്മ ശ്യാമയെ സമാധാനിപ്പിക്കുന്നു. ശ്യാമ എല്ലാ സത്യങ്ങളും സത്യാമ്മയോടും രോഹിത്തിനോടും പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ അക്കാര്യം താൻ പറയാൻ പോവുകയാണ് എന്ന് ശാരദാമ്മയോട് ശ്യാമ അറിയിക്കുന്നത് കേട്ട് ശാരദാമ്മ ശ്യാമയോട് പറഞ്ഞു, മോളെ, നീ ഇക്കാര്യം പറയാൻ പോകുമ്പോൾ നിന്റെ മനസ്സിന് ചിലപ്പോൾ സമാധാനം ലഭിച്ചേക്കും. എന്നാൽ ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ, നീ സത്യങ്ങളൊക്കെ തുറന്നു പറയുന്നതോടുകൂടി എത്ര ആളുകളുടെ ജീവിതമാണ് തകർന്ന് ഒടിയുന്നത് എന്നുകൂടി മോള് ചിന്തിക്കണം. നിന്റെ കുഞ്ഞേച്ചിയെക്കുറിച്ച് നീ ആലോചിക്കണം. നിങ്ങൾ 3 മക്കളെയും കൊണ്ട് ഗോപാലയത്തിന്റെ വീട്ടിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ അന്ന് നീ എൻ്റെ ഒക്കത്തും എൻ്റെ വലം കൈയിൽ ശാരികയുമായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് ഒരാൾ മാത്രം തനിച്ചു മാറി നിൽക്കുകയാ ചെയ്തത്, ശാലിനി. അവൾ ചെയ്തത് അന്ന് ശാരികയുടെ കൈ പിടിച്ച് ധൈര്യപൂർവ്വം ഞങ്ങളെ മുന്നോട്ട് നയിച്ചുകൊണ്ട് പോവുകയാണ് അവൾ ചെയ്തത്. നീ ഒരിക്കലും അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമോ എന്ന് ശാരദാമ്മ ശ്യാമയോട് ചോദിക്കണം. അന്നു മുതൽ ഇന്ന് വരെ അവൾ എല്ലാവരോടും പൊരുതി തന്നെയാണ് മുന്നോട്ട് നീങ്ങിയത്. അവളെല്ലാം ഇപ്പോഴും പറയാറുണ്ട് അവൾക്ക് എന്നെ പോലെ ആകണമെന്ന്. എന്നാൽ ഞാനിപ്പോൾ അഭിമാനത്തോടു കൂടി പറയുകയാണ്, അവൾ എന്നേക്കാളും പ്രായം കുറഞ്ഞതാണെങ്കിൽ പോലും, പ്രായത്തിൽ അവൾ എന്നേക്കാൾ ഇളയതാണെങ്കിൽ പോലും എനിക്കും അവളെപ്പോലെ ആകാൻ കഴിഞ്ഞില്ലല്ലോ എന്നതാണ് എൻ്റെ നിരാശ. സ്വന്തം മക്കളെ എന്ത് ചെയ്യുന്നറിയാതെ, അവരെ എങ്ങനെ വളർത്തുമെന്നറിയാതെ ആകെ നിരാശയിൽ നിൽക്കുമ്പോൾ പലരും അഭിപ്രായങ്ങൾ പറഞ്ഞു, അനാഥാലയത്തിൽ കൊടുക്കാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉപേക്ഷിക്ക്, അങ്ങനെ പല രീതിയിൽ ആർക്കെങ്കിലും വിൽക്ക്, വലിയ വലിയ വീട്ടുകാർക്ക് വിൽക്ക് എന്നൊക്കെ. കുഞ്ഞുങ്ങളില്ലാത്ത വലിയ പ്രതാപശാലികളായ പല ആളുകളുമുണ്ട്, സമ്പന്നരായ, അവർക്ക് മക്കളെ വിൽക്കാനൊക്കെ എന്നോട് പലരും പറഞ്ഞു. പക്ഷേ എൻ്റെ മക്കളെ എൻ്റെ അരികിൽ നിന്ന് മാറ്റി നിർത്താൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. ആ സ്ഥാനത്താണ് നിന്റെ കുഞ്ഞേച്ചി അവളുടെ ജീവനായിട്ടുള്ള ആ കുഞ്ഞിനെ നിനക്ക് നൽകാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല, നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നിനക്ക് ഈ കുഞ്ഞിനെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയുന്നില്ലെന്ന് പറയുമ്പോൾ നിന്റെയേക്കാൾ ഉപരി നിന്റെ കുഞ്ഞേച്ചിയുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന്. അവൾ ഈ സന്തോഷ വാർത്ത ഒരു പെൺകുട്ടി ഗർഭിണിയാണെന്നറിഞ്ഞാൽ ആ സന്തോഷ വാർത്ത പറയാൻ ഏറ്റവും കൂടുതൽ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത് അവളുടെ ഭർത്താവിനോടാണ്. എന്നാൽ ഈ സത്യം വിഷ്ണുമോനോട് പറയാനാകാതെ വിഷ്ണുവിന്റെ മുന്നിൽ ചെന്ന് നിൽക്കുന്ന ഓരോ നിമിഷങ്ങളിലും അവൾ അനുഭവിക്കുന്ന വേദന എന്താന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നിന്റെ കുഞ്ഞേച്ചിക്കുണ്ടാകുന്ന സങ്കടം ഈ സന്തോഷ വാർത്ത പറയാൻ കഴിയില്ല എന്നതിനേക്കാൾ ഉപരി ഒരു കാലത്തും ഇത് പറയാനാവില്ല എന്ന ആ വേദന, അത് എത്രത്തോളമാണെന്ന് നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഈ സന്തോഷ വാർത്ത അറിയുന്ന നിമിഷം വിഷ്ണു ഇപ്പോൾ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അവളെ സ്നേഹിക്കും. അത് മാത്രമല്ല, സത്യാമ്മ നിന്നേക്കും രോഹിത്തിനും എന്ത് സംഭവിച്ചാലും ശരി, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതൊന്നും അവരെ സംബന്ധിച്ച് ഒരു പ്രശ്നവുമല്ല. മറിച്ച് സത്യാമ്മ ശാലിനിയെ തലയിൽ വെച്ചുകൊണ്ട് നടക്കും. ശാലിനിക്ക് IAS കാരിയാകുന്നതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. IAS നേടുന്നതിന് വേണ്ടിയുള്ള എല്ലാ സപ്പോർട്ടും സത്യാമ്മ ശാലിനിക്കായി നൽകും. അങ്ങനെ ശാലിനിക്ക് തന്റെ സ്വപ്നമായ IAS നേടി കളക്ടറാകാനായിട്ട് സാധിക്കും. ഇതൊക്കെ ശാലിനിക്ക് അവളുടെ ജീവിതത്തിൽ ഈ സന്തോഷ വാർത്ത അറിയിച്ചാൽ നേടിയെടുക്കാം. ഇപ്പോൾ ഉണ്ടായിരുന്ന സ്വരച്ചേർച്ചയെല്ലാം അവസാനിപ്പിക്കാം. എന്നാൽ അവൾ ചെയ്തത് തന്റെ കൂടപ്പിറപ്പിന്റെ ജീവിതം ഒരിക്കലും തകർന്നൊടിയരുത് എന്ന ചിന്താഗതിയോടെയാണ്. ഒരിക്കലും അവളെ പോലെ ചിന്തിക്കാൻ ആർക്കും കഴിയില്ല മോളെ. അതുകൊണ്ട് തന്നെ നീ ഒരു കാരണവശാലും നിന്റെ കുഞ്ഞേച്ചിയെയും മറ്റുള്ളവരെയും ഒറ്റുകൊടുക്കുന്ന പ്രവൃത്തി നീ ചെയ്യരുതെന്ന് ശാരദാമ്മ ശ്യാമയെ ഉപദേശിക്കുകയും ശ്യാമയ്ക്ക് അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഉപദേശിച്ച് ധൈര്യം പകർന്നു നൽകുന്നു. അത് കേട്ട ശ്യാമ ഇനി താൻ ഒരിക്കലും അങ്ങനെ ചിന്തിക്കുകയില്ലെന്നും തന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ശാരദാമ്മയെ കെട്ടിപ്പിടിച്ച് കരയുന്നു. പിന്നീട് സത്യാമ്മ ശ്യാമയെ വിളിച്ച വിശേഷങ്ങളൊക്കെ രാഘവനാരോട് പങ്കുവെക്കുമ്പോൾ അത് കേട്ട് വാതിക്കലെത്തിയ സുസ്മിത കയ്യിൽ ആ ഫയലും പിടിച്ചുകൊണ്ട് സത്യാമ്മയോട് ചോദിച്ചു, ശ്യാമ ഏത് കുഞ്ഞിനെ സമ്മാനിക്കുമെന്നാ പറയുന്നത്? ഏതെങ്കിലും അനാഥാലയത്തിൽ നിന്ന് ദത്തെടുക്കുവോ, അതോ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ നിന്ന് അവൾ മോഷ്ടിക്കുവോ, അതോ ഇനി അമ്മ തൊട്ടിലിൽ പരതിയെടുക്കുവോ എന്ന് സുസ്മിതയുടെ ചോദ്യം കേട്ട് രാഘവൻ നായർ ചോദിച്ചു, നീ എന്തിനാ സുസ്മിത ഇവിടേക്ക് വന്നത്? മര്യാദയ്ക്ക് ഇവിടുന്ന് പൊയ്ക്കോ, നീ ഇവിടേക്ക് വരേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ച് രാഘവൻ നായർ സുസ്മിതയോട് ദേഷ്യപ്പെടുമ്പോൾ സുസ്മിത പറഞ്ഞു, എന്തിനാണ്
അങ്കിൾ വെറുതെ എന്നോട് ബഹളം വയ്ക്കുന്നത്? അങ്കിൾ എന്നോട് കിടന്ന് ബഹളം ഉണ്ടാക്കി വെറുതെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് എന്തിനാണ്? അങ്കിളിന്റെ ആരോഗ്യം നശിപ്പിക്കുന്നത് എന്തിനാണ്? ഞാനിവിടെ വന്നിട്ടുള്ളപ്പോഴൊക്കെ ഈ കുടുംബത്തിന് നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഈ കുടുംബത്തെ എന്നും പറ്റിച്ചുകൊണ്ടിരുന്ന ഒരു പെരുങ്കള്ളിയെയല്ലേ ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ നിങ്ങൾക്കെല്ലാം മുന്നിൽ ചൂണ്ടിക്കാട്ടിയത് എന്നൊക്കെ രാഘവൻ നായരുടെ മുന്നിൽ വെച്ച് സുസ്മിത പറയുമ്പോൾ ഇതെല്ലാം കേട്ട് രാഘവൻ നായർ പറഞ്ഞു, സുസ്മിത വേണ്ട, നീ മര്യാദയ്ക്ക് പൊയ്ക്കോ എന്ന്. അപ്പോഴേക്കും സത്യഭാമ സുസ്മിതയുടെ എന്താ കാര്യമെന്ന് അന്വേഷിച്ചു. സുസ്മിതയുടെ വരവിന്റെ പിന്നിലെ ഉദ്ദേശം എന്താണെന്ന് സുസ്മിത ഉടനെ തന്നെ പറഞ്ഞു. നിങ്ങളെ വീണ്ടും ആ ശ്യാമയും അവളുടെ വീട്ടുകാരും പറ്റിക്കുകയാണ്. ശാരദാമ്മയുടെ പെൺമക്കളെല്ലാം സത്യാമ്മയെ ഇങ്ങനെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്റെ ഒരു സങ്കടം. ഞാനെന്നും ഈ കുടുംബത്തിന് നന്മ വരാൻ മാത്രമാണ് ആഗ്രഹിച്ചിട്ടുള്ളത്. ഈ കുടുംബത്തുള്ള അങ്കിളും വിഷ്ണുവേട്ടനും ശാലിനിയും അടക്കം നിങ്ങൾ എല്ലാവരും എന്നെ ദ്രോഹിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണല്ലോ ഒരു എവിടുന്ന് ആർക്കും വേണ്ടാതെ കിടന്നിരുന്ന ഒരു പാഴ്വസ്തുവിനെ എന്റെ തലയിൽ കെട്ടിവെച്ചത്. അതെല്ലാം ഞാൻ മറന്നേക്കുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ വന്നത് ഇവിടെ എല്ലാവരെയും പറ്റിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു കള്ളിയെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കാനാണ് എന്ന് സുസ്മിത അറിയിച്ചു. അത് കേട്ട് രാഘവൻ നായർ പറഞ്ഞു, സുസ്മിത വേണ്ട, നീ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം എന്ന് പറഞ്ഞതും സുസ്മിത പറഞ്ഞു, അതെ, ശാരദാമ്മയുടെ മക്കളുടെ വിചാരം അവർ ഗർഭിണിയാണെന്ന് പറഞ്ഞ് ഇവിടെയുള്ള എല്ലാവരെയും പറ്റിച്ചു കഴിഞ്ഞാൽ ഈ സ്വത്തൊക്കെ അവർക്ക് സ്വന്തമാക്കാൻ കഴിയുമെന്നാണ്. അതുകൊണ്ടാണല്ലോ തുടരെയായി ശാരദാമ്മയുടെ മക്കൾ ഭാമാന്റെ ഇങ്ങനെ ചതിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കേട്ട സത്യഭാമ സുസ്മിതേ, നീ എന്തൊക്കെയാ ഈ പറയുന്നതെന്ന് ദേഷ്യത്തോട് ചോദിച്ചു. അപ്പോഴേക്കും സുസ്മിത വേഗം സത്യഭാമയുടെ അരികിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, ഇതാ ഭാമാന്റിയെ കബളിപ്പിച്ച അവളുടെ, അതായത് ശ്യാമയ്ക്ക് അബോർഷൻ സംഭവിച്ചതിന്റെ മെഡിക്കൽ റിപ്പോർട്ട് എന്ന് പറഞ്ഞ് തന്റെ കയ്യിലിരുന്ന ആ റിപ്പോർട്ട് സത്യഭാമയ്ക്ക് നേരെ നീട്ടുന്നു. സത്യഭാമ ആ കലിയോടെ നോക്കുമ്പോൾ രാഘവൻ നായർ പറഞ്ഞു, ഭാമയെ നീ അതൊരിക്കലും വിശ്വസിക്കരുത്. ഇവൾ ഇതുപോലെയുള്ള റിപ്പോർട്ടുകൾ, കള്ള റിപ്പോർട്ടുകൾ ഇവൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ സത്യഭാമ സംശയത്തോടെ വേഗം പിള്ളാച്ചനോട് അത് വാങ്ങിച്ചു വായിക്കാൻ പറഞ്ഞു. പിള്ളാച്ചൻ അത് വായിച്ചതും ആശങ്കയോടെ പറഞ്ഞു, അതേ സത്യാമ്മേ, ഇതിൽ ശ്യാമക്കുഞ്ഞിന് അബോർഷൻ സംഭവിച്ചെന്നാ പറഞ്ഞിരിക്കുന്നത്. അത് കേട്ടതോടെ എല്ലാവരും ഞെട്ടി. ഉടനെ തന്നെ സത്യഭാമ ഫയൽ വാങ്ങിച്ചു നോക്കുമ്പോൾ രാഘവൻ നായർ പറഞ്ഞു, ഭാമയെ നീ ഇവളെ വിശ്വസിക്കരുത്. ഉടനെ സുസ്മിത പറഞ്ഞു, ഭാമാന്റി, ഞാൻ നിങ്ങളെ കബളിപ്പിക്കാനൊന്നും വന്നതല്ല. നിങ്ങളെയെല്ലാം കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തെ തുറന്നു കാട്ടാനാണ് ഞാൻ എത്തിയത്. പിന്നെ ഭാമാന്റിക്ക് ഇത് വേണമെങ്കിൽ വിശ്വസിക്കാം. ഇനി അതുമല്ലെങ്കിൽ ഇത് തെളിയിക്കുന്നതിന് മറ്റൊരു മാർഗമുണ്ടല്ലോ. ഒരു ഡോക്ടറെയും വിളിച്ചു നിന്ന് പരിശോധിപ്പിച്ചാൽ പോരെ. പക്ഷെ അത് കരുണ ഹോസ്പിറ്റലിലെ ധന്യ ഡോക്ടറോ ഹോസ്പിറ്റലിലുള്ള മറ്റൊരു ഡോക്ടർമാരും ആകരുതെന്ന് മാത്രം. ശാരദാമ്മയ്ക്കും മക്കൾക്കും പരിചയമില്ലാത്ത മറ്റൊരു ഡോക്ടർ എന്ന് പറഞ്ഞതും സത്യഭാമ അത് വിശ്വസിച്ച പോലെ നിൽക്കുമ്പോൾ രാഘവൻ നായർ പറഞ്ഞു, വേണ്ട ഭാമേ, നീ ശ്യാമയെ അവിശ്വസിക്കുകയാണോ? ഉടനെ സത്യഭാമ പറഞ്ഞു, അവളുടെ ചേച്ചിയാണ് എന്നെ ഏറ്റവും കൂടുതൽ വഞ്ചിച്ചത് രാഘവേട്ട. അതുകൊണ്ട് തന്നെ അതേ രക്തം തന്നെയാണോ അവളുടെ ദേഹത്ത് ഓടുന്നതെന്ന് എനിക്കറിയണം എന്ന് പറഞ്ഞ് സത്യഭാമ വേഗം തനിക്ക് പരിചയമുള്ള ഒരു ഡോക്ടറുടെ ഫോണിലേക്ക് വിളിക്കുന്നു.